വിശുദ്ധ ബൈബിളിൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ ആത്മരക്ഷ യാതൊരു നിലയിലും ഒരു പ്രകാരത്തിലും നഷ്ടപ്പെടുകയില്ല എന്നുള്ളതിലേക്ക് വിശുദ്ധ വചനം പറയുന്ന തെളിവുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഏതാനും ചില നാളുകളായി നമ്മുടെ പഠന പരമ്പരയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കർത്താവിന്റെ നാട്ടിലെ രക്ഷ എന്നുള്ള വിഷയം നമുക്ക് പഠിക്കുവാൻ കർത്താവ് കൃപ നൽകി. അത് കൊരിന്ത്യരെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന അധർമ്മം പ്രവർത്തിച്ചിരുന്ന വിശ്വാസിയോട് ഉള്ള ബന്ധത്തിലായിരുന്നു. അവന്റെ ആത്മരക്ഷ അവന് നഷ്ടമായിട്ടില്ല. അവന്റെ ആത്മാവ് കർത്താവിന്റെ നാളിൽ രക്ഷിക്കപ്പെടും എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് അവൻ കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ അവന്റെ ജഡജീവിതത്തിലെ പാപങ്ങൾ അവനെ കുറ്റപ്പെടുത്താതിരിക്കേണ്ടതിന് ജഡസംഹാരത്തിനായി പിശാചിനെ ഏൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് അപ്പോസ്തലൻ അവിടെ പ്രസ്താവിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. ഈ 11-ാമത്തെ വാക്യത്തിൽ ആ ബലഹീന സ്വഭാവൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ച് പോകുവാൻ ഇടവരുന്നു എന്ന് പറഞ്ഞിരിക്കാൻ ബലഹീന വിശ്വാസികൾ ബലവാന്മാരായ വിശ്വാസികളുടെ അറിവ് മുഖാന്തരമായി നശിക്കുമെന്നും അവരുടെ ആത്മരക്ഷ നഷ്ടമായി പോകുമെന്നും തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നശിച്ചു പോകും എന്നൊരു പദപ്രയോഗം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് ആത്മരക്ഷയെക്കുറിച്ചാണെന്ന് അവിതർക്കിതമായി ചിലർ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട വിഷയം അങ്ങനെയല്ല. അതിനൊരു മറുപടി ദൈവ വചനത്തിലൂടെ ഇവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സത്യവിശ്വാസി യാതൊരു കാരണവശാലും നശിച്ചു പോകത്തില്ലെന്ന് കഴിഞ്ഞ അനേക എപ്പിസോഡുകളിലെ പഠനത്തിലൂടെ നമുക്ക് വ്യക്തമായി പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചത് തന്നെ അതാ ഞാനവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു പ്രകാരത്തിലും നശിച്ചു പോകുകയില്ല എന്ന് ക്രിസ്തു പറയുമ്പോൾ രക്ഷകൻ പറയുകയാണ് താൻ രക്ഷിച്ചവൻ നശിച്ചു പോകുകയില്ലെന്ന്. പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും അവ നശിക്കുമെന്ന്? അതുകൊണ്ട് ഊഹാഭോഗങ്ങളെ അടിസ്ഥാനമാക്കിയോ സ്ഥാപിത താല്പര്യാർത്ഥമുള്ള നമ്മുടെ വ്യാഖ്യാന രീതികളെ മാതൃകയാക്കിയോ ഒരിക്കലും യാതൊരു നിലയിലും നമ്മൾ വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ പാടില്ലാത്തതാകുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യോഹന്നാൻ 6:37, 10, 28 ഈ വാക്യങ്ങളിൽ കർത്താവിന്റെ വരവെങ്കിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ എടുത്തുകൊള്ളപ്പെടുന്ന കർത്താവ് എത്രയും തെളിവായി പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചവരെ എല്ലാവരും, അതായത് പിതാവായ ദൈവം പുത്രനായി യേശു ക്രിസ്തുവിനെ കൊടുത്തിട്ടുള്ള എല്ലാ ആളുകളും ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടം. അവരെ ഉയർപ്പിക്കും എന്നും എത്രയും തെളിവായി അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ അവനെയും ഈ വാക്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ പറയപ്പെടുന്ന ഈ ബലഹീന വിശ്വാസി 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ ഈ 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയപ്പെടുന്ന ബലഹീന വിശ്വാസിയും കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യ കാഹളനാദത്തിങ്കിൽ കാഹള ധ്വനിയെങ്കിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുന്നു പറയുമ്പോൾ ആരൊക്കെയാണ് രൂപാന്തരപ്പെടുന്നത്? കൊരിന്ത്യ ലേഖനത്തിന്റെ ആദ്യത്തെ 5 അധ്യായങ്ങൾ പറയപ്പെടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുള്ള ആളുകൾ, അതായത് സഭയിൽ ഭിന്നതയ്ക്ക് നേതൃത്വം നൽകിയ ആളുകൾ, കോടതി വ്യവഹാരം ചെയ്ത ആളുകൾ, ദുർനടപ്പ് ആചരിച്ചിട്ടുള്ള ആളുകൾ, വിഗ്രഹാർപ്പിതം ഭക്ഷിച്ച ആളുകൾ, വിഗ്രഹാരാധനയിൽ പങ്കാളികളായ ആളുകൾ, ഭൂതങ്ങളുടെ മേശയും കർത്താവിന്റെ മേശയും ഒരുപോലെ പങ്കിട്ട ആളുകൾ, സ്നേഹം ഇല്ലാതിരുന്ന ആളുകൾ, കൃപാവരങ്ങൾ ലഭിച്ച ആളുകൾ, കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാക്കിയ ആളുകൾ, പുനരുദ്ധാനം ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ, ഇങ്ങനെ സകല ആളുകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യകാലത്തിൽ ഉണർന്ന് എഴുന്നേറ്റ് വരുമെന്ന് വളരെ വ്യക്തമായി പറയപ്പെട്ടിട്ടുണ്ട്. ഈ പറയപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുമുള്ള വിശ്വാസികൾ, ഈ കൊരിന്ത്യരിൽ പറയപ്പെട്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രയാസങ്ങളുള്ള ആളുകൾ എല്ലാവരും അവർ ഉയർത്തെഴുന്നേറ്റ് വരുമെങ്കിൽ പിന്നെ എന്ത് കാരണം കൊണ്ട് ഈ പറയപ്പെട്ട ഈ ബലഹീന വിശ്വാസി ഉയർത്തെഴുന്നേറ്റ് വരികയില്ല? അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, നാം എല്ലാവരും എന്ന പ്രയോഗത്തിൽ അവിടെ ഏതെല്ലാം ആളുകളെ ഉണ്ടായിരുന്നോ അവരെ എല്ലാവരും ഉദ്ദേശിച്ചാണ്. ഇവിടെ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്ന എല്ലാ വിശ്വാസികളെയും. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ. ആ ദുർനടപ്പുകാരനുണ്ട്, കോടതി വ്യവഹാരക്കാരനുണ്ട്, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നുണ്ട്, ഭക്ഷിക്കരുതെന്ന് പറയുന്നവനുണ്ട്,
ബലവാനുണ്ട്, ബലഹീനനുണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. നാം എല്ലാവരും അന്ത്യ കാഹള നാദത്തിങ്കിൽ രൂപാന്തരപ്പെടും. ആകയാൽ അവന്റെ ആളത്വം ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു കാരണവശാലും ഇവിടെ പറയപ്പെടുന്ന വ്യക്തിയുടെ ആളത്വം നശിച്ചു പോകുന്നില്ല, നരകത്തിലേക്ക് അവൻ പോവുകയുമില്ല. കാരണം അറിയാമോ, രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളും കർത്താവിന് വിലപ്പെട്ടവരാണ്. സംഗീതത്തിൽ വായിക്കുമ്പോൾ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരുടെ ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് ദൈവം തന്നെ സാക്ഷിക്കുന്നു. അവരാരും നശിച്ചു പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ അവർ പോകുമെന്ന് രാപകൽ ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് മറുപടി പറയാനാ സാധിക്കുക? പോവുകയില്ല. ദേഹി അഥവാ ജീവിതം നശിക്കും, താറുമാറാകും എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ബലഹീന വിശ്വാസി ബലവാൻ നിമിത്തം നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം അല്ലെങ്കിൽ അവന്റെ ദേഹി രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു, ആയുസ് കുറഞ്ഞു പോകുന്നു, ആയുസ് ഇല്ലാതെയായിത്തീരുന്നു എന്നതിലുപരി യാതൊരു ആത്മനഷ്ടവും അങ്ങനെയുള്ള ആളുകൾക്ക് സംഭവിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രത്യേക വചനഭാഗത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, യാതൊരു സംശയത്തിനും വകയില്ലാതെ വണ്ണം രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ രക്ഷ ഭദ്രമാണ്. അതിന് യാതൊരു മാറ്റം വരുവാൻ സാധിക്കില്ല, ഒരു നിലയിലും മാറ്റപ്പെടുകയില്ല എന്ന് എത്രയും തെളിവോടെ ഞാൻ ഈ വാക്യാംശത്തെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് പ്രസ്താവിക്കട്ടെ. ഈ നാളുകളിൽ മുഴുവൻ നമ്മൾ ദൈവവചനം പഠിക്കുകയും ക്രമബദ്ധമായി പഠിക്കുകയും വിവിധങ്ങളായ റെഫറൻസുകൾ കൊണ്ട് ആത്മരക്ഷ നഷ്ടപ്പെടത്തില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്ത ശേഷവും രക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാള് പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ വിശ്വസിച്ചാൽ, പണ്ട് നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പോലെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതായത് ഒരു വ്യക്തി രാത്രി മുഴുവൻ രാമായണം വായിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ആ നേരം വെളുത്തപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ആകട്ടെ നമ്മൾ രാത്രി മുഴുവൻ രാമായണം വായിച്ചു, അത് കേൾക്കുകയൊക്കെ ചെയ്തു, എങ്കിലും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, സീതയുടെ ഭർത്താവ് ആരാണ് എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. രാമായണം എന്ന് പറഞ്ഞാൽ രാമന്റെ അയനമാണല്ലോ. അപ്പൊ രാമന്റെയും സീതയുടെയും ചരിത്രമാണ് അതിനകത്തുള്ളത്. അത് രാത്രി മുഴുവൻ വായിച്ചു കേട്ടു. നേരം വെളുത്തപ്പോൾ ചോദിക്കുക, ഈ സീതയുടെ ഭർത്താവ് ആരാണ് എന്ന് പറഞ്ഞ പോലാണ് വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അങ്ങ് വായിക്കുന്നു. ഒരുപാട് വാക്യാംശങ്ങളൊക്കെ കാണാപ്പാടം പറയുന്നു, റെഫറൻസുകളൊക്കെ കൃത്യമായി പറയുന്നു. എവിടെ ചോദിച്ചാലും വേദപാണ്ഡിത്യമുള്ളവരെന്ന് അഭിമാനിക്കുന്നു. പക്ഷെ അപ്പോൾ തന്നെ തങ്ങളുടെ സ്വന്തം ആത്മരക്ഷയെക്കുറിച്ച് യാതൊരു ഉറപ്പും ധൈര്യവും ഇല്ലാത്തവരായി കഴിയുന്നു. എന്നാൽ വാസ്തവത്തിലൂടെ ഞാൻ എൻ്റെ പരിശോധനയിൽ മനസ്സിലാക്കേണ്ട കാര്യം, രക്ഷ നഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തേക്കാൾ കൂടുതൽ രക്ഷാ നിർണയം ഇല്ലാത്ത വിശ്വാസികളാണ് ധാരാളം ആളുകളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലർക്കും രക്ഷാ നിർണയമില്ല. രക്ഷാ നിർണയമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, രക്ഷയെക്കുറിച്ച് ഫ്ലക്ച്വേഷൻ ഉള്ളവരായി തീർന്നിരിക്കുന്നു. രക്ഷ നഷ്ടപ്പെടുമോ എന്നുള്ള ആ ചിന്ത. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലാണ് നമ്മുടെ രക്ഷ, അല്ല നമ്മുടെ കരങ്ങളിലല്ല. ക്രിസ്തുവിന്റെ കരങ്ങളിൽ നമ്മുടെ രക്ഷ ഭദ്രമാണെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്താൻ ആർക്ക് എവിടെ സാധിക്കുമെന്ന് ആരോടാ പറയുന്നത്? ഒരിക്കലും അബദ്ധജടിലമായ ഇത്തരം വിഷയങ്ങൾ ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാതെ ദൈവവചനത്തിൽ രക്ഷ നഷ്ടപ്പെടത്തില്ല എന്ന് കർത്താവും ഇതര വേദപുസ്തകത്തിന്റെ എഴുത്തുകാരും എത്രയും തെളിവായി പറഞ്ഞിരിക്കുന്ന വചനഭാഗങ്ങളെ നിസ്സംശയം വിശ്വസിച്ച് അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു വസ്തുത ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ്, ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ്. അവനിൽ ഞാൻ ജീവിതം സമർപ്പിച്ചപ്പോൾ എന്നെ അക്കരെ കൊണ്ടെത്തിക്കാമെന്ന് എൻ്റെ കർത്താവാണ് പറഞ്ഞത്. ഇടയ്ക്ക് വെച്ച് ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ച എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷയ്ക്ക് ഇടയ്ക്ക് വെച്ച് എനിക്ക് ഒരു തകരാറും വരുത്തുകയില്ലെന്ന് തൻ്റെ വചനത്തിലൂടെ എത്രയും വ്യക്തമായി പറയുന്നതുകൊണ്ട് ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇവിടെ പറയപ്പെടുന്ന ബലഹീന വിശ്വാസികളുടെ നാശം ആത്മരക്ഷയെക്കുറിച്ചല്ല, അവന്റെ ജീവരക്ഷയെക്കുറിച്ചാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗവും ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.